Dear students, today we are going to discuss about some unusual properties of convolution. കഴിഞ്ഞ ദിവസം നമ്മൾ കൺവല്യൂഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില അൺയൂഷ്വലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് കൺവല്യൂഷൻ ഇല്ല എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് f*0 = 0 എന്നാണ്. അതായത് ഏതൊരു ഫംഗ്ഷനെയും 0 ഫംഗ്ഷൻ കൊണ്ട് കൺവല്യൂഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0 ഫംഗ്ഷൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? 0 വരും. അതുപോലെ തന്നെയാണ് കൺവല്യൂഷൻ ചെയ്യുമ്പോഴും ഒരു ഫംഗ്ഷന് 0 കൊണ്ട് കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഉള്ള റിസൾട്ട് എന്താണ്? ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആ സെയിം നമ്പർ കിട്ടും. പക്ഷേ കൺവല്യൂഷൻ്റെ കേസിൽ ആ റിസൾട്ട് വരില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി f*1 ≠ f എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ 1 കൊണ്ട് നമ്മൾ കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുവാണ് അല്ലേ. അപ്പം എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ? നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ f × 1 എന്ന് പറയുമ്പോൾ ആൻസർ f തന്നെയാണ്. ഒരു ഫംഗ്ഷനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആൻസർ ആ ഫംഗ്ഷനാണ്. പക്ഷേ കൺവല്യൂഷൻ്റെ കേസിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ജനറലായിട്ട് അങ്ങനെ അല്ല കിട്ടുന്നത്. അങ്ങനെ ആവുന്ന ഫങ്ഷൻസ് കാണാം, പക്ഷേ എല്ലാത്തിനും ശരിയാകുന്ന കാര്യം മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പറയുള്ളൂ. ഇവിടെ ഈ f*1 എന്ന് പറയുന്നത് ≠ f ആണ്. അതുകൊണ്ടാണിത് അൺയൂഷ്വൽ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള കാര്യം മാത്രം പ്രൂവ് ചെയ്താൽ മതി. തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ കൗണ്ടർ എക്സാമ്പിളാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ്, അതായത് f*1 ≠ f എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ f ആയിട്ട് എടുത്തേക്കുന്നത് എന്താണ്? f = t എന്നാണ്. അപ്പോൾ t*1 എന്ത് വരും? കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം f*g എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to t f(τ × g(t - τ d(τ) എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to t f(τ)ക്ക് വരെ എന്ത് വരും? f(t) എന്ന് പറഞ്ഞാൽ t അല്ലേ. അപ്പോൾ f(τ) എന്ന് പറഞ്ഞാൽ ടോ. ഇനി അടുത്തത് ജിക്ക് ഏത് പോയിന്റിലെ വാല്യൂവും 1 ആണ്. കാരണം ജിയുടെ സ്ഥാനത്ത് കിടക്കുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായ 1 ആണ്. അപ്പം ടോ × 1 d(τ) എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ടോയാണ്. ടോയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം (2)/2 ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ് 0 to t. അപ്പോൾ എന്താ കിട്ടുന്നത്? t²/2 എന്നല്ലേ കിട്ടുക, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു t അല്ലേ. അപ്പോൾ നമ്മൾ t*1 എടുത്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നോട്ട് ഈക്വൽ ടു t എന്നാണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ജനറലി f*1 ≠ f ആണ്. അതുപോലെ നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്, നമ്മൾ സാധാരണ നമുക്കറിയാം ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പം എന്താണ് കിട്ടുക? സ്ക്വയർ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എന്തോ ആയിക്കോട്ടെ, എക്സ് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. x² എപ്പോഴും എന്തായിരിക്കും? >= 0 ആയിരിക്കും. സ്ക്വയർ അല്ലേ. അപ്പോൾ ഒരു റിയൽ നമ്പറിനെ നമ്മൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ >= 0 കിട്ടും. അപ്പോൾ ഫങ്ഷൻ്റെ കേസിലും നമ്മൾ ഫങ്ഷൻസിന് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും അത് >= 0 എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ആ സെയിം കൺസെപ്റ്റ് കൺവല്യൂഷനിൽ ശരിയാവത്തില്ല. അതായത് f*f സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കൺവല്യൂഷൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? കൺവല്യൂഷൻ്റെ ഈ ഓപ്പറേഷനാണ്. അപ്പോൾ f*f എന്നുള്ളത് എന്താവത്തില്ല? >= 0 മേ നോട്ട് ഹോൾഡ് എന്നാണ് പറയുന്നത്. അതായത് >= 0 ആകുന്ന കേസുകളുണ്ട്, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, മേ നോട്ട് ഹോൾഡ്. f*f >= 0 മേ നോട്ട് ഹോൾഡ്. അപ്പോൾ അവിടെയും നമ്മൾ ഇത് ശരിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയാവാത്ത ഒരു കേസ് നമ്മൾ കാണിച്ചാൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചാൽ മതി അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? f(t) sin t എന്നുള്ളൊരു ഫംഗ്ഷനാണ് എടുത്തേക്കുന്നത്.
എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? നമുക്ക് പറയേണ്ട കാര്യം എഫ് സ്റ്റാർ എഫ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ശരിയാവത്തില്ല എന്നാണ് പറയേണ്ടത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ സൈൻ ടി എടുത്തേക്കേണ്ടത്. അപ്പം നമുക്ക് എന്താണ് ആക്ച്വലി കിട്ടേണ്ടത്? സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്നുള്ളത് നെഗറ്റീവ് ആകുന്ന ഒരു ടി കണ്ടുപിടിച്ചാൽ മതി. ഫോർ സം ടി, ഏതെങ്കിലും ഒരു ടിക്ക് സൈൻ ടി സ്റ്റാർ സൈൻ ടി നെഗറ്റീവ് കിട്ടിയാൽ മതി. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് ശരിയാവില്ല എന്നുള്ളതിൻ്റെ പ്രൂഫായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്ത് കിട്ടുമെന്ന് നോക്കാം. എന്ത് കിട്ടും? സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 to t സൈൻ ടോ ഇൻറ്റു, അതായത് നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഫോർമുല എല്ലാവർക്കും ഓർമ്മയില്ലേ? എഫ് സ്റ്റാർ ജി ഓഫ് ടിയുടെ ഫോർമുല എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ എന്നുള്ളതായിരുന്നു ഫോർമുല. അപ്പോൾ ഇവിടെ എഫിൻ്റെ സ്ഥാനത്തും ജിയുടെ സ്ഥാനത്തും എന്ത് തന്നെയാണ് കിട്ടുക? സൈൻ ടി തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പം സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്നുള്ളത് എന്താവും? ഇൻ്റഗ്രൽ 0 to t സൈൻ ടോ ഇൻറ്റു സൈൻ ടി മൈനസ് ടോ ഡി ടോ എന്ന് വരും. ഇനി നമുക്കിതിൻ്റെ ഇൻ്റഗ്രേഷൻ നോക്കാം. അപ്പോൾ എന്താ കിട്ടുക? അവിടെ ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ ചെയ്തത്? ഇൻ്റഗ്രേഷൻ്റെ അകത്ത്, അതായത് നമുക്ക് പരിചയമുള്ള ഒരു ഫോമിലോട്ട് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഇപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇപ്പോൾ ഇത് കിടക്കുന്നത് 2 സൈൻ എ ഇൻറ്റു സൈൻ ബി ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കിടക്കുന്നത് 2 സൈൻ എ സൈൻ ബി ഫോമിലാണ്. ഇതിൻ്റെ ഫോർമുല എന്താണ്? ഇതിൻ്റെ ഫോർമുല കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഫോർമുല? 2 സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് എയുടെയും ബിയുടെയും വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് എ, 2 സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പോൾ എയുടെ വാല്യൂ ടോയാണ്, ബിയുടെ വാല്യൂ ടി മൈനസ് ടോയാണ്. ക്ലിയർ അല്ലേ? അത് എ ഈക്വൽ ടു ടോയാണ്, ബി ഈസ് ഈക്വൽ ടു ടി മൈനസ് ടോയാണ്. അപ്പോൾ നമ്മളവിടെ എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ 1/2 അങ്ങനെ തന്നെയുണ്ട്. ഇൻ്റഗ്രൽ 0 to t കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ഡി ടോ. നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടും? കോസ് 2 ടോ മൈനസ് ടി മൈനസ് കോസ് ടി ഡി ടോ. നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. കോസിനെ വിത്ത് റെസ്പെക്റ്റ് ടു ടോയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ കോസ് 2 ടോ മൈനസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ്. സൈൻ 2 ടോ മൈനസ് ടി, അതിൽ തന്നെ ആ 2 ടോ മൈനസ് ടിയെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ടോ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം 2 ടോയുടെ ഇൻ്റഗ്രലിന് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1/2 കൊടുക്കുന്നു. അപ്പോൾ സൈൻ 2 ടോ മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 മൈനസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോസ് ടി ആണ് രണ്ടാമത് കിടക്കുന്നത്. ഈ കോസ് ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടോ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോസ് ടിയുടെ ഇൻ്റഗ്രൽ എന്ത് കിട്ടും? ടോ കോസ് ടി എന്ന് കിട്ടും. ശരിയല്ലേ? ഒരു കോൺസ്റ്റൻ്റാണ്, ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കെയുടെ ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ടോ ഇൻറ്റു കെ എന്നല്ല എഴുതുക. അതുപോലെ ഇവിടെ അങ്ങനെയും വരും, ടോ ഇൻറ്റു കോസ് ടി എന്ന് വരും. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടോയ്ക്ക് വരെ എല്ലായിടത്തും ടി കൊടുക്കുക, പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് ടോയ്ക്ക് വരെ എല്ലായിടത്തും 0 കൊടുക്കുക. ഓക്കെ, നമ്മൾ ടോയ്ക്കാണ് കേട്ടോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കിട്ടും. വീണ്ടും നമ്മൾ സൈൻ, ഇവിടെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് സൈൻ മൈനസ് തീറ്റ എന്ത് വരും? സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ്
സൈൻ തീറ്റയാണ്. ഓക്കെ, സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. നമ്മൾ ആ ഒരു റിസൾട്ടും കൂടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പം ഈ സ്റ്റെപ്പിൽ സൈൻ മൈനസ് ടിക്ക് പകരം മൈനസ് സൈൻ ടി എന്നൊരു ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് സൈൻ ടി എന്ന് വരും. ബാക്കി അങ്ങനെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തുന്നു, എല്ലാം ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുന്നു, ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 1/2 ഇൻറ്റു സൈൻ ടി മൈനസ് ടി കോസ് ടി എന്ന് വരും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ എന്താണ്? സൈൻ ടി ഡിവൈഡഡ് ബൈ 2 മൈനസ് t/2 ഇൻറ്റു കോസ് ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഏതോ ഒരു ടീക്ക് ഈ സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്നുള്ളത് നെഗറ്റീവ് ആകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടി നിങ്ങൾ ചൂസ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ടി ചൂസ് ചെയ്താൽ ഈ സാധനം നെഗറ്റീവ് ആവണം എന്നില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന ടി നെഗറ്റീവ് വരുന്ന രീതിയിൽ തന്നെ ടി നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഈ കൺവല്യൂഷൻ്റെ റിസൾട്ട് നെഗറ്റീവ് വരുന്ന രീതിയിൽ തന്നെ ടി ചൂസ് ചെയ്യുക. അതെങ്ങനെ ചൂസ് ചെയ്യും? അതിനാണ് നമ്മൾ ഈ ആൻസറിലോട്ട് നോക്കേണ്ടത്. ആൻസർ കിടക്കുന്നത് സൈൻ t/2 മൈനസ് t/2 ഇൻറ്റു കോസ് ടി എന്നല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ടേം നമുക്കങ്ങ് 0 ആകുന്ന രീതിയിൽ ചൂസ് ചെയ്താൽ പോരെ. അപ്പം മൈനസ് മറ്റേ ടേം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? മൈനസ് എന്ന് കിട്ടത്തില്ല. ഇപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇതൊരു സം p-q ഫോമിലാണ് ഇപ്പോൾ ഫൈനൽ ആൻസർ കിടക്കുന്നത്, ശരിയല്ലേ? നോക്കിയേ നിങ്ങൾ, ഫൈനൽ ആൻസർ എങ്ങനെ കിടക്കുന്നത്? ഒരു p-q ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം 0 ആയിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? മൈനസ് ഓഫ്, അങ്ങനെയല്ല കിട്ടുക. അതുകൊണ്ട് നമ്മൾ സൈൻ ടിയെ 0 ആക്കുന്ന ഒരു ടി നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. ആ ടി ആണ് 2π. ക്ലിയർ അല്ലേ? അപ്പോൾ സൈൻ 2π സ്റ്റാർ സൈൻ 2π എന്ത് വരും? നമ്മളിതാ ഈ ഫോർമുലയിൽ ടിക്ക് 2π അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും സൈൻ 2π/2 മൈനസ് 2π/2 ഇൻറ്റു കോസ് 2π. അപ്പോൾ സൈൻ 2πയുടെ ആൻസർ 0 ആണ്. ഇവിടെ 2π/2ൻ്റെ ആൻസർ പൈ ആണ്. കോസ് 2πയുടെ ആൻസർ 1 ആണ്. ഇപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? -π എന്ന് കിട്ടി, വിച്ച് ഈസ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഒരു വാല്യൂവിൽ ടിയുടെ ഒരു വാല്യൂവിൽ ഈ സൈൻ ടി സ്റ്റാർ സൈൻ ടി എന്തായി? നെഗറ്റീവായി. അപ്പം നമുക്ക് പറയാം എഫ് ഓഫ് ടി സ്റ്റാർ എഫ് ഓഫ് ടി, അതായത് എഫ് സ്റ്റാർ എഫ് എപ്പോഴും പോസിറ്റീവ് ആവണം എന്നില്ല, നെഗറ്റീവ് ആകുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അൺയൂഷ്വൽ പ്രോപ്പർട്ടീസാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അൺയൂഷ്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.